എൻ്റെ മെറ്റമോർഫോസിസിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് നോക്കാം. ഓവിഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോമൻ പോയറ്റാണ്. റോമൻ എംപററായിട്ടുള്ള അഗസ്റ്റസിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ആൻഡ് ഓവിഡിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് നമുക്ക് പഠിക്കാനുള്ള മെറ്റാമോർഫോസിസ്. അതൊരു ലോങ് ആയിട്ടുള്ള നറേറ്റീവ് പോമാണ്. ആ പോയത്തിനകത്ത് 250 മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ട് ആ കവിതയ്ക്കകത്ത് തന്നെ. അപ്പോൾ അതിനകത്ത് പറയുന്ന മെയിൻ തീം എന്ന് പറയുന്നത് എങ്ങനെയാണ് മെറ്റമോർഫോസിസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്നുള്ള മീനിങ് ആണ്. സോ ഈ കവിതയ്ക്കകത്ത് തന്നെ 250ഓളം മിത്തോളജിക്കൽ സ്റ്റോറീസ് പറയുന്നുണ്ട്. ഈ മിത്തോളജിക്കൽ സ്റ്റോറീസിനകത്ത് തീമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻസും ഗോഡ്സും എങ്ങനെയാണ് ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ് അല്ലെങ്കിൽ വേറെ ഫോമിലോട്ടൊക്കെ എങ്ങനെയാണ് ട്രാൻസ്ഫർമേഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻസ് അവർക്ക് സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്. അതായത് ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷനാണ് ഇതിനകത്ത് സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറീസ് എല്ലാം ഒന്നുകിൽ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ മിത്തോളജിയെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണ്. അപ്പോൾ ഈ മിത്തുകളിലൂടെയാണ് ഓവിഡ് ലവ്, പവർ, ജലസി, റിവെഞ്ച്, പിന്നെ ലൈഫിലുള്ള നമ്മുടെ ലൈഫിൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. സോ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള എഴുതിയിരിക്കുന്ന ഒരു പോമാണ് എന്തെന്ന് പറയുന്നത് മെറ്റമോർഫോസിസ്. ആൻഡ് അദ്ദേഹത്തിന് മറ്റു വർക്ക് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ലവ് എന്നുള്ളതാണ്. അത് റൊമാൻസിനെ കുറിച്ചാണ്. പിന്നെ ഒരു കളക്ഷൻ ഓഫ് ലവ് പോംസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. എമോറസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ചില റൈറ്റിങ്സ് എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ ഓവിഡിൻ്റെ പല റൈറ്റിങ്സും എംപറർ അഗസ്റ്റസിന് എന്ന് വെച്ചാൽ ആ സമയത്ത് റൂൾ ചെയ്തിരുന്ന രാജാവിന് അല്ലെങ്കിൽ എംപറർ ചക്രവർത്തിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. സോ എംപററിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓവിഡിനെ എന്ത് ചെയ്തു, ഒരു ഡിസ്റ്റൻറ്റ് സിറ്റിയിലോട്ട് ബാൻ ചെയ്തു അല്ലെങ്കിൽ എക്സൈൽ ചെയ്തു. സോ അദ്ദേഹം ബ്ലാക്ക് സീക്ക് അടുത്തുള്ള ഒരു ടോമസ് എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹം എക്സൈൽ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത കാലം അവിടെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഓവിഡിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ വളരെ എനോർമസ് ആണ്. അതായത് ക്ലാസിക്കൽ മിത്തിനെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സോ ഒരുപാട് പേരും പിന്നീട് വന്ന റൈറ്റേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഡ്രമാറ്റിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വർക്കിനെയൊക്കെ ഒരുപാട് രീതിയിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പലതവണ റീടെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് പെയിൻറ്റേഴ്സിനെയും പോയറ്റ്സിനെയും പ്ലേ റൈറ്റ്സിനെയൊക്കെ, അതായത് ഡ്രമാറ്റിസ്റ്റുകളെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും സ്റ്റൈലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം 3 ലാറ്റിൻ പോയറ്റ്സ് ഉണ്ടായിരുന്നു മേജറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അവർ 3 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വിർജിൽ, ഹൊറസ് ആൻഡ് ഓവിഡ്. അപ്പോൾ ഈ 3 പേരുമാണ് 3 കാനോണിക്കൽ ആയിട്ടുള്ള ലാറ്റിൻ പോയറ്റ്സ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. അവരെ ഗോൾഡൻ ഏജ് ഓഫ് റോമൻ ലിറ്ററേച്ചറിൻ്റെ സമയത്തായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് പഠിക്കാനുള്ള മെറ്റമോർഫോസിസിനെ കുറിച്ച് നോക്കാം. മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന ഓവിഡിൻ്റെ ഒരു വർക്കാണ്. 8 CE ഇദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. 15 ബുക്കാണ് ഈ പോയം. അതിനകത്ത് 12,000 ലൈൻസും ഉണ്ട്. ഡാക്റ്റിലിക് ഹെക്സമീറ്ററിലാണ് ഈ പോയത്തിൻ്റെ മീറ്റർ എഴുതിയിരിക്കുന്നത്. ട്രഡീഷണൽ മീറ്റർ ആണ് കേട്ടോ ഡാക്റ്റിലിക് ഹെക്സമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ എപ്പിക് പോയട്രിയൊക്കെ പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് ഈ മീറ്ററിലായിരുന്നു. അപ്പോൾ ഈ മീറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയത്തിന് ഒരു റിതമിക് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു വളരെ എലവേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റൈല് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ മെറ്റമോർഫോസിസിൻ്റെ ടൈറ്റിലിൻ്റെ പേര് മീനിങ് എന്താണ്? ട്രാൻസ്ഫർമേഷൻ എന്നാണ്. ഈ പോയത്തിൻ്റെ സെൻട്രൽ തീമും ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ആണ്. 250ഓളം മിത്തോളജിക്കൽ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു നേരത്തെ, ആളുകളും മനുഷ്യരും എല്ലാവരും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസ്ഫർമേഷൻ അണ്ടർഗോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഒരുപാട് ഫേമസ് മിത്തുകളും ഈ പോയത്തിനകത്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറിക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബുക്ക് 3 ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒരുപാട് ബുക്കുകളുണ്ട്, അതായത് ഒരുപാട് പാർട്ടുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 12,000 ലൈനും 15 ബുക്കുമാണുള്ളത്. അതിനകത്ത് 15 ബുക്കിലും നമുക്ക് 3ാമത്തെ ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് സ്റ്റോറി ഓഫ് ബാഷസ്. അതിന് മുന്നേ നമുക്ക് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഓരോ ബുക്കിനകത്ത് ഓരോ സ്റ്റോറിയാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബുക്ക് 3 ആണ്. ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ആദ്യമേ നമുക്ക് നോക്കാം. സ്റ്റോറി ഓഫ് ബാഷസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബുക്ക് 3-ൽ. ബാഷസ് എന്ന് പറയുന്നത് ഡൈനീഷ്യസ് എന്നുള്ള ഗോഡിൻ്റെ മറ്റൊരു പേരാണ്. ഡൈനീഷ്യസ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് ഓഫ് വൈൻ ആൻഡ് ഫെർട്ടിലിറ്റി ആണ്, അല്ലെങ്കിൽ ഗോഡ് ഓഫ് സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ബാഷസ് എന്നുള്ള ഗോഡ് വളരെ യങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂത്ത്ഫുൾ ഫിഗറായിട്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുവാണ്, അദ്ദേഹം തീബ്സ് എന്നുള്ള സ്ഥലത്ത് അറൈവ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലീജിയസ് കൾട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിവൈൻ പവറൊക്കെ പ്രൂവ് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനുമാണ് ബാഷസ് തീബ്സ് എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ബാഷസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്രീഡം അല്ലെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ
അല്ലെങ്കിൽ ഒരു വൈൽഡ് ആയിട്ടുള്ള നേച്ചറാണ് ഈ ദൈവത്തിനുള്ളത് അല്ലെങ്കിൽ ഈ ഗോഡിനുള്ളത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വാരിയർ ഗോഡ്സിനെ പോലല്ല ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം സ്പിരിച്വൽ പവറിലൂടെയും ഇല്യൂഷനിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കോൺകർ ചെയ്യുന്നത്. ഫിസിക്കൽ വയലൻസ് ഇദ്ദേഹം നടത്താറില്ല. അപ്പം ഇതാണ് ബാഷസിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻത്യൂസ് എന്നുള്ളതാണ് തീബ്സ് എന്നുള്ള രാജാവിൻ്റെ പേര്. പെൻത്യൂസ് അദ്ദേഹമാണ് ഇതിനകത്ത് സെൻട്രൽ ആയിട്ടുള്ള ട്രാജിക് ഫിഗർ. ഇതിനകത്ത് ട്രാജഡി സംഭവിക്കുന്നത് പെൻത്യൂസിനാണ്. പെൻത്യൂസ് വളരെ പ്രൗഡായിട്ടുള്ള ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, രാജാവാണ്. അദ്ദേഹമാണ് സുപ്രീം അതോറിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു രാജാവാണ്. അപ്പോൾ പെൻത്യൂസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഷസ് എന്നുള്ള ദൈവത്തിൻ്റെ ഡിവിനിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് ബാഷസ് എന്നുള്ള ദൈവം തീബ്സ് എന്നുള്ള സ്ഥലത്ത് എത്തുന്നു. അപ്പോൾ ഇങ്ങനൊരു ദൈവം എത്തുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രാജാവിന്. അതായത് രാജാവിനെക്കാട്ടിലും അതോറിറ്റി കൂടിയ ഒരു ദൈവം വന്നു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെൻത്യൂസിന്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ബാഷസിനെ എന്ത് ചെയ്യുവാണ്, റെക്കഗ്നൈസ് ചെയ്യത്തൂല, റെഫ്യൂസ് ചെയ്യുവാണ്, അതായത് വർഷിപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറീഷ്യസ് എന്നുള്ളൊരു ക്യാരക്ടറാണ്. ടൈറീഷ്യസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഒരു വൈസ് ആയിട്ടുള്ള ഒരു പ്രോഫറ്റാണ്. അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻസ് എല്ലാം എപ്പോഴും ആക്യുറേറ്റ് ആണ്. ബ്ലൈൻഡ് പ്രോഫറ്റാണ് ടൈറീഷ്യസ്. കണ്ണ് കാണാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം പ്രഡിക്ഷൻസ് നടത്തുന്നതെല്ലാം കറക്റ്റായിരിക്കും. ആൻഡ് ഇദ്ദേഹം ബ്ലൈൻഡ് ആണെങ്കിലും ഇദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഇദ്ദേഹത്തിന് ഗോഡ്സിനെ കുറിച്ചുള്ള ട്രൂത്തൊക്കെ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ടൈറീഷ്യസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ തീബ്സ് എന്നുള്ള സ്ഥലത്ത് പ്രോഫറ്റ് ആണല്ലോ. അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ദുരന്തങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ടൈറീഷ്യസ് എന്നുള്ള ബ്ലൈൻഡ് പ്രോഫറ്റ് ആരെയാണ് വോൺ ചെയ്യുന്നത്, നമ്മുടെ രാജാവിനെ വോൺ ചെയ്യുവാണ്. ഇതുപോലെ ബാഷസ് എന്നുള്ളൊരു ദൈവം വരുന്നുണ്ട്. ആ ബാഷസ് എന്നുള്ള ദൈവത്തിനെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ കിങ്ങിൻ്റെ ഡിസ്ട്രക്ഷനാണ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. വളരെ കാം ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ബിക്കോസ് അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രൊഫസി കറക്റ്റ് ആയിരിക്കുമെന്ന്. ടൈറീഷ്യസ് എന്ന് വെച്ചാൽ വിസ്ഡം അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ടൈറീഷ്യസ്. അദ്ദേഹത്തിന് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി അദ്ദേഹത്തിന് കാണാൻ പറ്റത്തില്ലെങ്കിലും അദ്ദേഹത്തിന് ഉൾക്കാഴ്ച ഭയങ്കര കൂടുതലാണ്. അതായത് സ്പിരിച്വൽ ഇൻസൈറ്റ് വളരെ കൂടുതലാണ്. പെൻത്യൂസ് ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ടൈറീഷ്യസിൻ്റെ ബ്ലൈൻഡ്നെസ്സിനെ കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പെൻത്യൂസ് വളരെ ഇഗ്നോറൻ്റ് ആയിട്ടുള്ളൊരു രാജാവാണ് കേട്ടോ, ഭയങ്കര അഹങ്കാരിയും സ്റ്റബേണും ഒക്കെയാണ്. അപ്പോൾ ടൈറീഷ്യസിൻ്റെ ഈ പ്രൊഫസി ഈ രാജാവ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, കളിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് അവസാനം എന്ത് ചെയ്യും, അത് എക്സാക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ വരുത്തുള്ളൂ. ഇനി വരുന്നതെന്ന് പറയുന്നത്, അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അസോട്ടസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു സെയിലറാണ്, ബാഷസിൻ്റെ ലോയൽ ഫോളോവറാണ്, ഈ ദൈവത്തിൻ്റെ ലോയൽ ഫോളോവറാണ്. പിന്നെ വരുന്നത് അഗേവ് എന്നാണ്. അഗേവ് എന്ന് പറയുന്നത് ഈ പെൻത്യൂസ് എന്നുള്ള രാജാവിൻ്റെ മദറാണ്. ബാഷസിൻ്റെ ഫോളോവറും കൂടിയാണ് ആരെന്ന് പറയുന്നത് അഗേവ്. പിന്നെ ക്യാരക്ടർ എന്ന് വരുന്നത് കാഡ്മസ് എന്ന് പറയുന്നത് പെൻത്യൂസിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. തീബ്സ് സിറ്റിയുടെ ഫൗണ്ടറാണ് ആരെന്ന് പറയുന്നത് കാഡ്മസ്. വളരെ വൈസ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആണ്. പെൻത്യൂസിൻ്റെ കണക്കല്ല. പെൻത്യൂസിന് ബാഷസ് ഗോഡിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ ആർക്കാണ്, കാഡ്മസിന് ബാഷസ് എന്നുള്ള ഗോഡിനെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് പെരുമാറുന്നത്. കാഡ്മസ് പലതവണ പെൻത്യൂസിനെ വോൺ ചെയ്യാനൊക്കെ നോക്കും, ഈ ഡിവൈൻ പവറിനെതിരെ ഒപ്പോസ് ചെയ്യരുന്നു. പക്ഷേ പെൻത്യൂസ് എന്ത് ചെയ്യും, ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസും ഇഗ്നോർ ചെയ്യും. ഇപ്പോൾ കാഡ്മസ് എന്ന് പറയുന്നത് ട്രഡീഷനെ അല്ലെങ്കിൽ ഒരു മോഡറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വോയിസാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുണ്ട്. ഹ്യൂമൻ ബീയിങ്സ് ഗോഡ്സിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നും ഹ്യൂമൻ ബീയിങ്സിന് അരഗൻസ് പാടില്ല എന്നുള്ളതും ഒക്കെ ഉള്ളൊരു ബോധമുള്ളൊരു ഗ്രാൻഡ് ഫാദറാണ് ആരെന്ന് പറയുന്നത് കാഡ്മസ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെൻത്യൂസിൻ്റെ ഈ ഒരു സ്റ്റബേർനെസ്സിനെ അല്ലെങ്കിൽ അരഗൻസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബുക്ക് 3 ഓഫ് മെറ്റമോർഫോസിസിൽ ഓവിഡ് പറയുന്നതെന്ന് വെച്ചാൽ പെൻത്യൂസ് രാജാവിൻ്റെ അതായത് തീബ്സിലെ രാജാവിൻ്റെ ഡൗൺഫോളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം പെൻത്യൂസ് രാജാവിന് ബാഷസ് എന്നുള്ള ദൈവത്തിൻ്റെ ഡിവിനിറ്റി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രക്ഷനെ എങ്ങനെ റിസൾട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബുക്ക് 3 നോക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുക്ക് 3 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറീഷ്യസ് എന്നുള്ള പ്രോഫറ്റ് വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സോ അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻസ് ഒക്കെ വളരെ ആക്യുറേറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെയധികം റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്ത് നിന്ന്. ഹൗവർ പെൻത്യൂസ് എന്ന് പറഞ്ഞ രാജാവ് എന്താണ്, ഈ പ്രോഫറ്റിൻ്റെ അതോറിറ്റിയും എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിവൈൻ പവറും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ് ആര്, പെൻത്യൂസ് എന്ന് പറഞ്ഞ രാജാവ്. അതായത് ഇദ്ദേഹത്തിനെക്കാട്ടിൽ വലുതായിട്ട് ആരും വന്ന് നിൽക്കേണ്ട എന്നുള്ളൊരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ളൊരു രാജാവാണ് പെൻത്യൂസ്. അപ്പോൾ പെൻത്യൂസിന് ടൈറീഷ്യസിനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ദൈവങ്ങളെയും താല്പര്യമില്ല. ഓക്കെ,
അപ്പോൾ ഈ ടൈറീഷ്യസിനെ ഇദ്ദേഹം മോക്ക് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫസീസിനെ ആര് കളിയാക്കുന്നുണ്ട്, റിഡിക്യൂൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ പെൻത്യൂസ് റിഡിക്യൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈറീഷ്യസ് അങ്ങനെ ഒരു ദിവസം ഒരു വാർണിംഗ് കൊടുക്കുവാണ് ആർക്ക്, പെൻത്യൂസിന്. അതായത് പെൻത്യൂസ് ബാഷസിൻ്റെ, അതായത് ബാഷസ് എന്നുള്ളൊരു ഗോഡ് വിസിറ്റ് ചെയ്യുന്നു, ഇതുപോലെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ പെൻത്യൂസിന് എന്താണ്, ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഫറ്റ് പറയുന്നുണ്ട്, അതായത് പുതിയൊരു ഗോഡ് ബാഷസ് എന്ന് പറയുന്നത് സൺ ഓഫ് സെമീൽ എന്ന് പറഞ്ഞൊരു ഒരു ദൈവത്തിൻ്റെ മകനാണ് കേട്ടോ, സെമീലിൻ്റെ മകനാണ്. അദ്ദേഹം തീബ്സിൽ അറൈവ് ചെയ്യുന്നുണ്ട്. പെൻത്യൂസ് നല്ല രീതിയിൽ അദ്ദേഹത്തിനെ ഓണർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പീസായിട്ട് ഇദ്ദേഹത്തിനെ കൊല്ലും എന്നുള്ള രീതിയിലാണ്, അദ്ദേഹത്തിൻ്റെ മദറും ആണ്ടും ആയിരിക്കും കൊല്ലുന്നത് എന്നുള്ള രീതിയിലാണ് പ്രൊഫസി പറഞ്ഞേക്കുന്നത്. ആരുടെ മദറും ആൺസും, നമ്മുടെ പെൻത്യൂസിൻ്റെ അമ്മയും ആൺസും ആയിരിക്കും പെൻത്യൂസിനെ വലിച്ചു കീറിയായിരിക്കും കൊല്ലുന്നതെന്നുള്ള രീതിയിലാണ് പ്രൊഫസി പറഞ്ഞേക്കുന്നത്. ഈ പ്രൊഫസി ഭയങ്കര ക്ലിയർ ആൻഡ് ടെറിഫൈങ് ആണ്. പെൻത്യൂസ് എന്തായാലും വയലൻ്റ് ആയിട്ട് തന്നെ മരിക്കും. ഓക്കെ, അപ്പോൾ ഡെസ്പൈറ്റ് ദിസ് വാർണിംഗ് പെൻത്യൂസ് എന്താണ്, ടൈറീഷ്യസിനെ ഓടിച്ചു വിടുവാണ് ദേഷ്യം വന്ന്. അങ്ങനെ പക്ഷേ പ്രോഫറ്റിൻ്റെ വേർഡ് എന്താണ്, ഇറ്റ് വിൽ ഇൻഡീഡ് കം ട്രൂ എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. ആ സമയത്ത് തന്നെയാണ് ബാഷസ് എന്നുള്ള ദൈവം വരുന്നത്. അപ്പോൾ തീബ്സിൽ അപ്പോൾ ഒരു എക്സ്റ്റാറ്റിക് സെലിബ്രേഷൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ബാഷസിന് വേണ്ടി. അപ്പോൾ കൺട്രി സൈഡിൽ ഫുള്ള് മ്യൂസിക്കും റിച്വൽസും ഒക്കെയാണ്. എല്ലാ മെന്നും വിമനും എൽഡേഴ്സും യൂത്തും എല്ലാവരും അവരുടെ ലൈഫ് വിട്ടിട്ട് ബാഷസിൻ്റെ ഈ റൈറ്റ്സ്, അതായത് ബാഷസിന് വേണ്ടിയുള്ള സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുവാണ്. പെൻത്യൂസ് ഇത് അറിയുന്നതും ഭയങ്കര ദേഷ്യം വരുന്നു. അദ്ദേഹം ഈ വർഷിപ്പേഴ്സിനെ മാഡ് പീപ്പിൾ എന്ന് വിളിക്കുകയും എന്താണ് അവർക്ക് അതായത് അവരെ നല്ല രീതിയിൽ അക്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളെ വിളിച്ചിട്ട് അദ്ദേഹം ഒരുപാട് അക്യൂസ് ചെയ്യുന്നു. രാജാവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ധൈര്യമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കറേജിയസ് ആയിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട് ഈ ആളുകളുടെ അടുത്തൊക്കെ വിളിച്ചിട്ട്. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത ഈ ഒരു സെലിബ്രേഷനകത്ത് ഇങ്ങനെയുള്ള റിച്വൽസിനകത്തൊന്നും പങ്കെടുക്കാതെ എന്നിങ്ങനെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പെൻത്യൂസ് മോക്ക് ചെയ്യുന്നുണ്ട് ബാഷസിനെ. അതായത് ബാഷസ് വെച്ചൊരു യൂത്ത്ഫുൾ ഫിഗറാണ് കേട്ടോ, ഒരു പയ്യൻ ലൈക്ക് ഫിഗറാണ്. സോ ആ സോഫ്റ്റ് ആൻഡ് അൺമാൻലി ആയിട്ടുള്ള ഫിഗറാണ് ബാഷസിനുള്ളത്. അപ്പോൾ അയാളുടെ ഹെയറിനെ കളിയാക്കുന്നുണ്ട്, ഗാർലൻസിനെ കളിയാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനെ കളിയാക്കുന്നുണ്ട്. അതായത് അദ്ദേഹം വയലൻസിൻ്റെ ഗോഡല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പടച്ചട്ടയൊന്നുമില്ല. പടച്ചട്ട ഇല്ലാതൊക്കെ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ അതിന് പകരം ലക്ഷൂറിയസ് ആയിട്ടുള്ള തുണികളാണ് ഇദ്ദേഹം ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആര്, പെൻത്യൂസ്. ആൻഡ് ഓൾസോ തീബിയൻ പീപ്പിളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെയുള്ള അൺആംഡ് ആയിട്ടുള്ള ഈ ബോയിയുടെ അടുത്ത് നിങ്ങൾ പോയി എന്ത് ചെയ്യരുത്, വിക്ടിംസായി വീഴരുത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു കൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. അതായത് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബാഷസിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ചെയിനിലാക്കി കൊണ്ടുവരാൻ വരെ ഓർഡർ ചെയ്യുന്നുണ്ട്, പെൻത്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള കാഡ്മസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെതിരെ അദ്ദേഹത്തിന് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും തടയാൻ പറ്റിയില്ല. അങ്ങനെ അറ്റൻഡൻസ് വരുവാണ്, ബാഷസിനെ കിട്ടിയില്ല. ബാഷസിൻ്റെ മറ്റേ സെയിലർ ഫ്രണ്ടായിട്ടുള്ള അസറ്റോസിനെയും കൊണ്ടാണ് ആര് വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ സോൾജിയേഴ്സ് വരുന്നത്. അപ്പോൾ പാൻത്യൂസ് ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നുണ്ട് ഈ ക്യാപ്റ്റീവിനെ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എന്തുകൊണ്ടാണ് ഈ ബാഷസ് എന്നുള്ള ഗോഡിനെ ഈ സെയിലർ വർഷിപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഞാനൊരു പുവർ മാൻ ആണ്, ഞാൻ സെയിലിംഗ് പഠിച്ചതും നാവിഗേറ്റ് ചെയ്യുന്നതും ഒക്കെ സ്റ്റാർസിൻ്റെ ഡിറക്ഷൻ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു വോയേജ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഫെല്ലോ സെയിലേഴ്സും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ബോയിയെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. ആ ബോയ് വളരെ ഡെലിക്കേറ്റ് ആൻഡ് ഹാഫ് എസ്ലീപ്പ് ആയിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വിചാരിച്ചു ഈ കുട്ടിയെ വെച്ചിട്ട് ഒന്നെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും റാൻസം ചോദിക്കാം എന്നും പറഞ്ഞ് അബ്ഡക്റ്റ് ചെയ്തു ഈ കുട്ടിയെ, അതായത് തട്ടിക്കൊണ്ട് വന്നു. പക്ഷേ ഇയാൾക്ക് മനസ്സിലായി, അസറ്റോസ് വാൺ ചെയ്തു ബാക്കിയുള്ള സെയിലേഴ്സിൻ്റെ അടുത്ത് ഇത് ഓർഡിനറി ആയിട്ടുള്ളൊരു മോർട്ടൽ അല്ല എന്ന് പറഞ്ഞു. പക്ഷേ അസറ്റോസിൻ്റെ ഇതൊന്നും ആര് കേട്ടില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയൻസ് കേട്ടില്ല. അപ്പോൾ സെയിലേഴ്സ് എന്ത് ചെയ്യുകയാണ്, ഗ്രീഡ് കൊണ്ട് നമ്മുടെ അസറ്റോസ് പറഞ്ഞ കാര്യം ഇഗ്നോർ ചെയ്തിട്ട് ഈ കുട്ടിയെ എന്ത് ചെയ്യാണ്, അബ്ഡക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ ദൈവത്തിനെ അബ്ഡക്റ്റ് ചെയ്തു. ആൻഡ് എന്നിട്ട് സെയിലേഴ്സ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഈ സീക്രറ്റായിട്ട് എന്ത് ചെയ്യാണ്, ഈ കുട്ടിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ചോദിക്കാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് അതായത് വേറൊരു വഴി കൂടെ പോകാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കമ്പാനിയൻസ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ ബാഷസ് അദ്ദേഹത്തിൻ്റെ ഡിവൈൻ പവർ റിവീൽ ചെയ്യുകയും ഷിപ്പ് എന്ത് ചെയ്യാണ്, സീയിൽ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. എന്തോ ഡ്രൈ ഡോക്കിൽ തട്ടിയതുപോലെ ഷിപ്പ് അങ്ങ് സ്റ്റോപ്പായി.
അപ്പോൾ ഐവി ട്രീസ് ഉണ്ടല്ലോ, ഐവി അതൊക്കെ ക്രീപ്പ് ചെയ്യാൻ തുടങ്ങി. ഐവി എന്ന് പറഞ്ഞൊരു ക്രീപ്പറാണ്, ട്രീ അല്ല ക്രീപ്പറാണ്. അപ്പോൾ ഐവി വള്ളിച്ചെടികളൊക്കെ ഈ ഷിപ്പിനകത്ത് വന്നു ഇവരെ എൻറ്റാങ്കിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വൈനും ക്ലസ്റ്റേഴ്സ് ഓഫ് ഗ്രേപ്സും ഒക്കെ സെയിൽ ഫുൾ, അതായത് ഈ ഷിപ്പ് മൊത്തം കവർ ചെയ്തു. അങ്ങനെ ഗോഡിൻ്റെ തലയിലൊക്കെ എന്താണ് വൈൻ ലീവ്സ് കൊണ്ട് ക്രൗണൊക്കെ വന്നു തന്നെത്താനെ. അപ്പോൾ അങ്ങനെ സ്റ്റാഫിനെ, ഈ ബാക്കിയുള്ള കമ്പാനിയൻസിനെ എന്ത് ചെയ്തു, ഐവി ചെടികൾ വന്ന് റാപ്പ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു. അതിനോടൊപ്പം തന്നെ കുറേ ബീസ്റ്റും ടൈഗറും പാന്തേഴ്സും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സെയിലേഴ്സ് എല്ലാവരും കൂടെ പേടിച്ചു. ഈ സെയിലേഴ്സ് എന്ത് ചെയ്തു, സീയിലോട്ട് എടുത്ത് ചാടി. അങ്ങനെ ഈ സീയിലോട്ട് എടുത്ത് ചാടിയവരെ ഈ ബാഷസ് എന്നുള്ള ഗോഡ് ഡോൾഫിൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അവരുടെ ലിംബ് കേവായി, അവരുടെ ഹാൻഡ്സ് എല്ലാം ഫിന്നിൻ്റെ രൂപത്തിലായി. അങ്ങനെ ബോഡീസ് എല്ലാം എന്തായിട്ട് മാറി, അതായത് ഡോൾഫിൻസ് ആയിട്ട് മാറി. ആ എൻറ്റയർ ക്രൂവിൽ അസറ്റോസിനെ മാത്രം ദൈവം ഒന്നും ചെയ്തില്ല. ബിക്കോസ് ബാഷസിന് മനസ്സിലായി എന്താണ് അസറ്റോസ് ഒരു ഡിവോട്ടഡ് ഫോളോവർ ആണെന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സമയത്ത് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ആരും നിൽക്കുവാണ്, പെൻത്യൂസ് കേൾക്കുവാണ്. പക്ഷേ പെൻത്യൂസിന് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പെൻത്യൂസ് എന്ത് ചെയ്യുവാണ്, അസറ്റോസിനെ എന്ത് ചെയ്യുവാണ്, പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി, ഇംപ്രിസൺ ചെയ്യാൻ വേണ്ടിയും ടോർച്ചർ ചെയ്യാൻ വേണ്ടിയും പ്രിസണിലോട്ട് ഇടാൻ വേണ്ടി ഓർഡർ കൊടുത്തു. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യുകയാണ്, പ്രിസൺ ഡോർസ് എല്ലാം തന്നെത്താനെ ഓപ്പണായി, ചെയിൻ എല്ലാം മാറി. അതായത് ചങ്ങലക്കൊക്കെ ഇടാൻ നോക്കിയതാണ്, ചങ്ങലയെല്ലാം പൊട്ടി മാറി. പെൻത്യൂസ് എന്നിട്ട് ഇത് കണ്ടിട്ട് പോലും പെൻത്യൂസ് എന്താണ് വളരെ സ്റ്റബേൺ ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ബാഷസിനെ നേരിട്ട് പോയി പേഴ്സണലി പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആര് നിൽക്കുവാണ്, പെൻത്യൂസ് നിൽക്കുവാണ്. സോ മൗണ്ട് സിതറോണിൽ വെച്ചിട്ടാണ് ഈ ഒരു കൾച്ചറൽ റൈറ്റ്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പെൻത്യൂസ് എന്ത് ചെയ്യുവാണ്, മൗണ്ട് സിതറോണിൽ പോയി. അവിടെ നോക്കിയപ്പോൾ എന്താണ് പെൻത്യൂസ് കാണുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ആൻറ്റിമാരും എല്ലാവരും ഈ തീവ്സിലുള്ള ആളുകൾ ഫുള്ള് ഈ ബാഷസിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടെ. അപ്പം അദ്ദേഹം ആ ഒരു റിച്വൽസ് ഒക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എഗേവ് എന്ന് പറഞ്ഞ ആ സ്ത്രീ അവിടെ, അതായത് ആ ഒരു ലേഡി അവിടെ ആ ഒരു ബാഷസിൻ്റെ ആ ഒരു വർഷിപ്പിൽ ഭയങ്കര എന്താ പറയുക, പൊസസ്ഡ് ആയിട്ട് നിന്ന് ബിഹേവ് ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ അവരുടെ ആ ഒരു മാഡ്നസ്സിൽ, അതായത് ഈ ഒരു അത്രയും കൂടിയ വേർഷിപ്പിൽ അവരിങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള വേർഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ മകനെ തിരിച്ചറിയാൻ പറ്റിയില്ല. അവരവരുടെ മകനെ ഒരു വൈൽഡ് ബോറായിട്ട്, അതായത് കാട്ടുപന്നിയെ പോലെ ഇവർക്ക് തോന്നി. ഇവരെന്ത് ചെയ്തു, ഇവരുടെ സിസ്റ്റേഴ്സിനെ, അതായത് ബാക്കിയുള്ള ആൻറ്റിമാരെയും വിളിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യുവാണ്, ഈ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടുന്നു. അപ്പോൾ പെൻത്യൂസ് എന്ത് ചെയ്യാണ്, പേടിച്ച് തിരിച്ചോടുകയാണ് ചെയ്യുന്നത്. പെൻത്യൂസ് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര റെസിസ്റ്റ് ചെയ്തിട്ടും അമ്മയും ആൻറ്റിമാരും കൂടി എന്ത് ചെയ്യാണ്, ഇയാളെ ഒരു കാട്ടുപന്നിയായിട്ട് കണ്ട് കൊല്ലാൻ വേണ്ടി വരുവാണ്. ഹി കോൾസ് ഔട്ട് ഫോർ ഹെൽപ്പ്, പക്ഷേ ആരും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആ ഒരു മാഡ്നസ്സിൽ അഗേവ് എന്ത് ചെയ്യാണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ തന്നെ അമ്മ അദ്ദേഹത്തിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഒരു ആണ്ട് ഇയാളുടെ കൈ എന്താണ് ടയർ ചെയ്യുന്നു. ബാക്കിയുള്ള ആളുകൾ ഓരോ കൈയും കാലുമായിട്ട് ലിംബ് ബൈ ലിംബ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിനെ ഡിസ്മെമ്പർ ചെയ്യുവാണ്. ഡിസ്മെമ്പർ ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ ബോഡി പാർട്ടും കൂടി ഇളക്കുകയാണ് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്, ഭയങ്കര ബ്രൂട്ടലായിട്ട്. ഫൈനലി അഗേവ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് എന്ത് ചെയ്യുന്നത്, അതായത് അമ്മ തന്നെയാണ് തല വലിച്ചു കീറിയെടുക്കുന്നത്. അവരുടെ വിക്ടോറിയസ് ആയിട്ട് പ്രൗഡായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ സീനാണ് ഭയങ്കര വയലൻ്റ് ആയിട്ട് ട്രാജിക് ആയിട്ടുള്ളൊരു സീനാണ്. ടൈറീഷ്യസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഹാപ്പൻ ചെയ്തു അല്ലേ. ഡിവൈൻ മാഡ്നസിനെ മോക്ക് ചെയ്ത രാജാവ് അവിടെ അതുകൊണ്ട് തന്നെ ഡിസ്ട്രോയിഡായി. അപ്പം തീബ്സ് ഈ രാജാവിന്, പെൻത്യൂസ് എന്നുള്ള രാജാവിന് ബാഷസ് എന്നുള്ള ഗോഡിൻ്റെ ഡിവിനിറ്റി അക്നോളജ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈറീഷ്യസിൻ്റെ പ്രൊഫസി അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. കോവിഡ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമൻ, അതായത് ഈ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ, അവിടുത്തെ സ്ത്രീകളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ആ അവിടുത്തെ വിമൻ ഓഫ് തീബ്സ് എന്ത് ചെയ്യുകയാണ്, ബാഷസിനെ കംപ്ലീറ്റ് ആയിട്ട് വേർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇൻസെൻസ് സ്റ്റിക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ സേക്രഡ് ആയിട്ടുള്ള കുറേ അൾത്താർസ് ഒക്കെ വെച്ചിട്ട് ഓണർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രൊഫസി ഇവിടെ എന്ത് ചെയ്തു, ഫുൾഫിൽഡായി കംപ്ലീറ്റ്ലി. അങ്ങനെ പെൻത്യൂസിൻ്റെ പ്രൈഡും ഡിസ്ബിലീഫും എല്ലാം, ഡിവൈൻ പവറിനോട് ഡിസ്ബിലീഫും അതെല്ലാം എന്ത് ചെയ്തു, അവസാനം ഒരു ട്രാജഡിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്വൻസസ് ഓഫ് ഹുബ്രിസ് അല്ലെങ്കിൽ പ്രൈഡിൻ്റെ അല്ലെങ്കിൽ അരഗൻസിൻ്റെ ആ ഒരു കോൺസിക്വൻസിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തീം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. പ്രൈഡ് അഗെയിൻസ്റ്റ് ഗോഡ്സ്, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് പെൻത്യൂസിന് ഡിവിനിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി, ഈ ദൈവത്തിനെ മോക്ക് ചെയ്തു. ടൈറീഷ്യസ് എന്നുള്ള പ്രോഫറ്റിനെ മോക്ക് ചെയ്തു. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹമാണ് ഏറ്റവും വലുത് എന്നുള്ളത്, പവർ ഓഫ് ഗോഡ്സിനെക്കാട്ടിലും വലുത് കിങ് ആണെന്ന് വിചാരിച്ചു. വാർണിങ്സ് ഒക്കെ കിട്ടിയിട്ടും ഒന്നും അദ്ദേഹം എന്തില്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റബേർനെസ് മാറിയില്ല. അപ്പോൾ അരഗൻസ് ടുവേർഡ്സ് ഗോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, പണിഷ്മെൻറ്റിലെ അവസാനിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടർ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അനദർ മേജർ തീം എന്ന് പറയുന്നത്
പെൻത്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓർഡർ അല്ലെങ്കിൽ ഡിസിപ്ലിനെയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഈ ബാഷസ് ഗോഡിൻ്റെ റിച്വൽസിനെ വളരെ ഇറാഷണലായിട്ടും ഡേഞ്ചറസ് ആയിട്ടുമാണ് കൺസിഡർ തോന്നിയത്. ഓൺ ദി അതർ ഹാൻഡ് ബാഷസിൻ്റെ ഫോളോവേഴ്സിന് എന്താണ് അദ്ദേഹത്തിനെ വേർഷിപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഫ്രീഡം കിട്ടുന്ന പോലെയാണ്. അപ്പം സോഷ്യൽ ഓർഡറും അൺകൺട്രോളബിൾ ആയിട്ടുള്ള പാഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്കിതിനകത്ത് കാണാം. പിന്നെ പവർ ഓഫ് ദി ഗോഡ്സ് ആണ് ഇതിനകത്ത്. ബാഷസിൻ്റെ ഡിവിനിറ്റി പ്രൂവ് ചെയ്യുന്നുണ്ട് അദ്ദേഹം മിറക്കിൾസിലൂടെ. നമുക്ക് ആ ഷിപ്പിൽ എപ്പിസോഡൊക്കെ വെച്ചിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ അസറ്റോസിനെ പ്രിസണിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഈ സൂപ്പർ നാച്ചുറൽ ഇവൻറ്റ്സ് എന്താ കാണിക്കുന്നത്? ഗോഡിനെ പണിഷ് ചെയ്യാനും ഹ്യൂമൻസിനെ റിവാർഡ് ചെയ്യാനും സാധിക്കും. പക്ഷെ അത് പെൻത്യൂസ് എന്നുള്ള സാധാരണപ്പെട്ടൊരു രാജാവിന് അത് മനസ്സിലായില്ല. അതാണ് അദ്ദേഹത്തിന് ഡിസ്ട്രക്ഷന് വഴിയൊരുക്കിയത്. പിന്നെ മറ്റൊരു തീം എന്ന് പറയുന്നത് ട്രാൻസ്ഫർമേഷനാണ്. ട്രാൻസ്ഫർമേഷൻ ഫിസിക്കൽ ട്രാൻസ്ഫർമേഷനുണ്ട്, സൈക്കോളജിക്കൽ ട്രാൻസ്ഫർമേഷനുണ്ട്. സെയിലേഴ്സ് മറ്റേ ഡോൾഫിൻസ് ആയിട്ട് മാറുന്നത് ഫിസിക്കൽ ട്രാൻസ്ഫർമേഷനാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകൾ മെൻ്റലി ട്രാൻസ്ഫോംഡ് ആവുന്നുണ്ട് ബാഷസിൻ്റെ ഈ ഒരു വേർഷിപ്പിൻ്റെ ഇതിനെ വെച്ചിട്ട് അല്ലേ. അവസാനം അവർ നല്ല രീതിയിൽ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മെൻ്റൽ ട്രാൻസ്ഫർമേഷനാണ്. പെൻത്യൂസിനുള്ളത് ട്രാജിക് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് അല്ലേ. അദ്ദേഹം ഒരു ഹെൽപ്ലെസ് വിക്റ്റിമായിട്ട് മാറുകയാണ് അവസാനം. ഒരു പവർഫുൾ കിങ് അവസാനം ഒരു ഹെൽപ്ലെസ് വിക്റ്റിമായിട്ട് മാറുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പെൻത്യൂസിൻ്റെ ഫെയ്റ്റ് അൺഅവോയ്ഡബിൾ ആണ്. എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് സംഭവിച്ചേ തീരൂ. അപ്പം അദ്ദേഹം എന്ത് ചെയ്താലും ഈ വാർണിംഗ് എല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഇദ്ദേഹത്തിൻ്റെ ഡിസ്ട്രക്ഷന് തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്.